നമസ്കാരം. നമ്മുടെ രുദ്രനാഥ് ട്രെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സദറിലെത്തി. നമ്മുടെ ബൈക്ക് അതുപോലെ തന്നെ സാധനങ്ങളും ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തുള്ളത്. അതിനുവേണ്ടി അവർ പേയ്മെൻ്റ് ആയിട്ട് മേടിച്ചുള്ളത് 600 രൂപയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 8:45 അത്യാവശ്യം ചെറിയൊരു മഴയുണ്ട്. ഇന്ന് നമ്മളൊരു 4 കിലോമീറ്ററോളം 3.5-4 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്തിട്ട് പൊങ്പുകയിൽ സ്റ്റേ ചെയ്യാനുള്ള പ്ലാനാണ്. അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു വില്ലേജിലൂടെയാണ്. ആദ്യം വില്ലേജ് കഴിയുന്നതോട് കൂടിയിട്ട് ഒരു ചെറിയൊരു ഫോറസ്റ്റ് വൈബിലോട്ട് നമ്മൾ ട്രക്ക് മാറും. ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ടീ ഷോപ്പ് ഉണ്ട്. അത്യാവശ്യം മാഗി അതുപോലെ തന്നെ ബിസ്ക്കറ്റ്, ചായ അങ്ങനെ സാധനങ്ങളൊക്കെ. ഒരു മൊബൈൽ റേഞ്ച് പോകുന്നൊക്കെ പറയും. നല്ലൊരു നദിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു കാട്ടുകൂടെയാണ് യാത്ര. അങ്ങനെ ഏകദേശം 3.5 കിലോമീറ്ററോളം ട്രക്ക് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എനർജി നമുക്ക് വേണ്ടിയിട്ട് റൊട്ടി അതുപോലെ ദാലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉറങ്ങാനുള്ള സെറ്റപ്പ്. രാവിലെ 2-3 പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഏകദേശം ഒരു 6:20, 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നല്ല മഴയായിരുന്നു 5 മണിക്ക്. രുദ്രനാഥ് ട്രെക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചകേദാറിലെ ഒരു കേദാറാണിത്. അതുകൊണ്ട് തന്നെ സാധാരണ ട്രെക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നവർ മാത്രമല്ല, നമുക്കിവിടെ ദർശനത്തിന് വരുന്ന ഒരുപാട് പിൽഗ്രിംസിനെയും കാണാൻ വേണ്ടി സാധിക്കും. മെയ് മുതൽ ഒക്ടോബർ വരെയാണ് ഈ ട്രെക്കും ഈ കാനനപാതയൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. ഒരു ഏകദേശം ഒരു 1 കിലോമീറ്ററൊക്കെ ട്രെക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് വീണ്ടും നല്ലൊരു മഴ വന്ന് വീണ്ടും റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ ട്രെക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. മഴ നിൽക്കുന്നില്ല, മഴ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ട്രെക്ക് ചെയ്യുന്ന ആ ഒരു സ്പീഡിൽ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. പക്ഷെ എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രെക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്, ജൂൺ, അതല്ലാന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ, ഒക്ടോബറാണ്. നമ്മൾ ഏകദേശം ട്രെക്കിൻ്റെ പകുതി കിലോമീറ്റർ യാത്ര ചെയ്തു. 10 കിലോമീറ്ററോളമായി. അപ്പോൾ ഇവിടെ ഒരു ടീ ഷോപ്പും ഇതൊക്കെ ഉണ്ട്. ഇതാണ് സ്വർഗം മക്കളെ, സ്വർഗം. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഡെഫിനറ്റ്ലി യു ഷുഡ് എക്സ്പീരിയൻസ്. ഒരു ഡൗട്ടും ഇല്ല കാര്യത്തിൽ. പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് കുറച്ചുകൂടെ ട്രെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ട്രെക്കിൻ്റെ ബേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടി സാധിക്കും. ബേസ് ക്യാമ്പിൽ കണ്ട കാക്കകളാണ്. നമ്മുടെ ഇവിടുത്തെ കാക്കനേക്കാളും എന്തായാലും ഒരു 3 ഇരട്ടി സൈസ് വരുന്നുണ്ട് ഈ കാക്കകൾക്ക്. അപ്പോൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഉപകാരപ്പെട്ടായിരുന്നു. വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നതുകൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ട്രെക്കിൻ്റെ ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മളുള്ളത് ബേസ് ക്യാമ്പിലാണ്.